എന്താ വെച്ചാൽ ഏത്തയ്ക്കാപ്പം തിന്നാലോ എന്നൊരാഗ്രഹം. അങ്ങനെ കുറച്ച് മൈദാപ്പൊടിയും അതിനകത്തൊരു കുറച്ച് അരിപ്പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വേണ്ട അതിൻ്റെ പകുതി വെള്ളം മതി കേട്ടോ. പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് കുറുകിയ പരുവാവണം മാവ് കേട്ടോ, ഒത്തിരി അങ്ങ് ലൂസാവരുത്. എന്നിട്ട് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്ന കറുമുറാന്നിരിക്കാൻ വേണ്ടി അതിൻ്റെ മാവ് വറക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ പഴുത്ത ഏത്തക്ക ഇരിപ്പുണ്ട് അതൊന്ന് ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിലുണ്ടാക്കുന്നത് കേട്ടോ. അടുപ്പിൽ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഏത്തയ്ക്ക ആ മാവിനകത്ത് മുക്കി അതിനകത്തോട്ട് ഇടണം കേട്ടോ. എന്നിട്ടൊന്ന് നമ്മൾ അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എനിക്കൊന്ന് ഏത്തയ്ക്കാപ്പം ഇഷ്ടമില്ലാത്ത ആരുമില്ല ലോകത്ത്, മലയാളികൾ കാണില്ല അല്ലേ. ഈ പൊരിപ്പ് സാധനത്തിൽ ഇഷ്ടപ്പെട്ട സാധനം ഏത്തയ്ക്കാപ്പം ഉള്ളിവടയൊക്കെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഈ ഏത്തയ്ക്കാപ്പത്തിനോട് നമ്മുടെ ബീഫ് കറിയും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ സ്വർഗ്ഗമാണല്ലേ, സ്വർഗ്ഗം. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇട്ടതൊന്ന് തിരിച്ച് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടെടുത്തപ്പോൾ ഒരു ശേഷം ഒന്ന് സെറ്റായി കേട്ടോ. ഇപ്പോഴത്തെ പക്ഷേ മുരുമുരാന്നായി എൻ്റെ പൊന്നോ, കറുമുറാന്നിരിക്കുന്നു കേട്ടോ. അതായത് ഇതൊക്കെ കൂട്ടി നമ്മൾ എനിക്കൊന്ന് ബീഫ് കറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ടൻ ചായയൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഏത്തയ്ക്കാപ്പവും കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിച്ച് അടുത്ത വീട്ടിൽ കാണാമേ. ബൈ.